പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം. രാജാതിരാജാവും കർത്താതി കർത്താവും ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചിക്കാഗോ പ്രയർ ലൈൻ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിനെ കർത്താവ് എന്നോളം നടത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ അനീഷ് ജോൺ പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി പ്രിയ സുജാൻഡി, കുടുംബമായി ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ നല്ലൊരു ആത്മീക സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുവാൻ കർത്താവ് എന്നെയും സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മ എനിക്ക് ആദ്യമായിട്ടുള്ളതല്ല. 2-3 പ്രാവശ്യം ഇവിടെ വന്ന് മെസ്സേജ് പറയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഇങ്ങനെ അവസരങ്ങളെ ഒരുക്കി. ആദ്യമായി മെസ്സേജ് പറയുന്നതും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ അറിയുന്നവരായിട്ടുള്ള ഡിവൈസുകൾ, അറിയാത്തവരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ ഇതിനു ശേഷം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അതേ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഇന്നിവിടെ സഹായിച്ചല്ലോ. ഞാൻ സൗദി അറേബ്യയിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കിട്ടുന്ന സമയമൊക്കെ പ്രയോജനപ്പെടുവാൻ എന്നെ എന്റെ കുടുംബത്തെയും കർത്താവ് സഹായിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നു. ആമേൻ. സ്തോത്രം. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന സ്തോത്രം ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ തന്നെ ആ വാക്യം വായിക്കാം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. നമുക്കെല്ലാം സ്തോത്രം അറിയുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗ ചിന്തയാണ് ഞാൻ ഇപ്പോൾ വായിക്കുവാനിടയായി തീർന്നത്. തിരുവചനത്തിൽ സ്തോത്രം വാക്കുകൾക്ക് ഒത്തിരി ശക്തിയുണ്ട്. ശബ്ദങ്ങൾക്ക് ഒത്തിരി ശക്തിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്തോത്രം ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. സ്തോത്രം പലവിധമായ കാര്യങ്ങൾ കർത്താവ് സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾക്ക് ഒത്തിരി ശക്തിയുണ്ട്. സ്തോത്രം നമ്മുടെ ശബ്ദങ്ങൾക്ക് ശക്തിയുണ്ട്. ഒരു ദൈവ പൈതൽ വാ തുറന്ന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. സ്തോത്രം യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. സ്തോത്രം മത്തായി സുവിശേഷം 17-ന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ സ്തോത്രം അത് നീങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട വാക്യം, ഒരു വാക്കെടുത്തു പറയുന്നത് പറഞ്ഞാൽ. സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി, സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നോക്കി, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ നോക്കി, നമുക്കുണ്ടാകുന്ന രോഗത്തെ നോക്കി, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി, സ്തോത്രം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഓൺലൈൻ പ്രസിദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും സ്തോത്രം നിങ്ങൾക്ക് എന്ത് വിഷയമായിരുന്നാലും സ്തോത്രം ദൈവത്തോട് നിങ്ങൾ പറയുവാൻ തീരുമാനിക്കണം. സ്തോത്രം പറഞ്ഞാൽ മാത്രമേ കർത്താവിന് അത് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ വായിക്കൊണ്ട് ഏറ്റു പറയുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞവരാണ്. സ്തോത്രം ആ വാക്കുകൾക്ക് ഒത്തിരി ശക്തിയുണ്ട്. ദൈവവൈതൽ സ്തോത്രം ഒരു കാര്യം പറയാതെ ഒരു കാര്യം നടക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പറ്റി സ്തോത്രം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്തോത്രം ദൈവമക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ ചില വിഷയങ്ങൾ പറയുക. നിങ്ങളുടെ രോഗത്തെ നോക്കി നിങ്ങൾ പറയുക, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ അടുപ്പിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രതികൂലത്തെ നോക്കി പറയുക, സ്തോത്രം എന്റെ ദൈവം എന്റെ സകലത്തിനും മതിയായവനാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ട്. സ്തോത്രം ദാവീദ് ഇപ്രകാരം, നമുക്ക് എല്ലാവർക്കും ദാവീദിനെ അറിയാം. 118-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയുണ്ടായി, സ്തോത്രം ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ പേടിക്കയില്ല, എനിക്ക് എന്ത് സ്തോത്രം മനുഷ്യൻ എന്നോട് എതിർത്താൽ യഹോവ എന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും. പ്രിയമുള്ളവരെ, സ്തോത്രം 118-ാം സങ്കീർത്തനത്തിൽ അതേ സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. ദാവീദ് മരണകരമായ ഒരു ആപത്തിൽ രോഗത്തിൽ പെട്ടപ്പോൾ സ്തോത്രം ജീവനുള്ള വാക്ക് പറയുവാൻ ദാവീദ് തീരുമാനിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്തോത്രം തുടർന്ന് 10-18 വർഷം കൂടെ ദൈവം ദാവീദിന് ആയുസ്സിനെ ദീർഘമായി കൊടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് 2024-ൽ സ്തോത്രം ചില പ്രതിസന്ധികളെ നോക്കി, നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കി നെഗറ്റീവ് പറയുന്നത് മാറ്റി വെച്ചിട്ട് സ്തോത്രം അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സ്തോത്രം പറയുന്ന വാക്കുകൾ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ പറയുന്നത് സ്തോത്രം എത്ര പഠിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവരെ നോക്കി പറയാം, എന്റെ കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം അവൻ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് അവൻ എത്തപ്പെടും. സ്തോത്രം എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ നോക്കി സ്തോത്രം തലമുറയുടെ വിഷയം നോക്കി മാത്രമല്ല സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് വിഷയം
വിഷയമാണെങ്കിലും ആമേൻ ദൈവവചനത്തിന് ആമേൻ സ്തോത്രം ശക്തിയുണ്ട്. ദൈവവചനം കണക്ട് ചെയ്ത് ആമേൻ സ്തോത്രം നിങ്ങൾ തീർച്ചയായിട്ടും പറയുവാൻ തീരുമാനിക്കുമ്പോൾ ആമേൻ സ്തോത്രം പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവവൈദ്യരെ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആമേൻ സ്തോത്രം ആമേൻ ദൈവം മതിയായവനാണ്. ഒരു ശുശ്രൂഷകൻ, ഒരു അഭിഷക്തൻ ആമേൻ സ്തോത്രം അധികാരത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആമേൻ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ ഉണ്ടാകത്തില്ല. അതിനുശേഷം ആമേൻ സ്തോത്രം ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ സ്തോത്രം ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ആമേൻ സ്തോത്രം വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ പറഞ്ഞാൽ ഒന്നും അസാധ്യമാകത്തില്ല. ഈ ദിവസങ്ങളിൽ ഡിക്ലറേഷൻ അതോറിറ്റി എന്ന് പറയുന്ന വാക്കുകളുടെ ശക്തി ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എസ്ര എന്ന എസ്രായുടെ പുസ്തകത്തിൽ ആമേൻ സ്തോത്രം 6-ാം അധ്യായം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ അവിടെ ഒരു ആലയം പണി നടക്കുകയാണ്. ആ ആലയം പണി ആമേൻ ഇന്നത്തെ കാലഘട്ടങ്ങളെ പോലെയല്ല, വളരെ പ്രതിസന്ധിയും പ്രതികൂലത്തിലൂടെ അവർ കടന്നു പോകുന്ന സമയത്ത് അവിടെ ആമേൻ സ്തോത്രം ഇപ്രകാരം എസ്രാ ഇപ്രകാരം ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം അവിടെ ആമേൻ സ്തോത്രം പ്രവാചകന്മാരെ കൊണ്ടുവന്ന് ആമേൻ പ്രവചിപ്പിച്ചിട്ട് ആമേൻ തടസ്സപ്പെട്ട് കിടക്കുന്ന ആലയത്തെ ആമേൻ സ്തോത്രം ആമേൻ അവര് സെക്കരിയാവും അതുപോലെ തന്നെ ഇദോന്റെ മകനായ സെക്കരിയാവും അതുപോലെ തന്നെ ഹഗ്ഗായിയും പ്രവചിച്ചപ്പോൾ ആമേൻ സ്തോത്രം ആ ആലയം പണി അവിടെ അനുഗ്രഹത്തോടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ആമേൻ സ്തോത്രം നമ്മൾ ഒരു വ്യക്തിയോട് പ്രവചിച്ചു പറഞ്ഞാൽ, നിങ്ങൾ ദൈവാത്മാവിന്റെ സാന്നിധ്യമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ കുടുംബത്തോട് നമ്മുടെ വിഷയത്തോട് നമ്മൾ പ്രവചിച്ചു പറയുവാൻ തീരുമാനിച്ചാൽ ആമേൻ സ്തോത്രം നമ്മുടെ കൂട്ടു സഹോദരനെ നോക്കിക്കൊണ്ട് നെഗറ്റിവിറ്റി പറയാതെ ആമേൻ സ്തോത്രം നമ്മളൊരു വിഷയത്തിനകത്ത് ഒരു മാരക രോഗത്തിൽ അകപ്പെട്ടിരുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് ആമേൻ സ്തോത്രം നമ്മുടെ അതിരം കൊണ്ട് നമ്മൾ നെഗറ്റിവിറ്റി പറയാതെ യിരെമ്യാവ് 33:6 പറയുന്ന പോലെ അവൻ എനിക്ക് സാക്ഷാൽ ആമേൻ സ്തോത്രം രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മത്തായി 21:22 പ്രകാരം പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ ലഭിച്ചെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. ആമേൻ സ്തോത്രം യാതൊരു സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മർക്കോസ് 16:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സ്തോത്രം അവർ എന്റെ നാമത്തിൽ ആമേൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. ആമേൻ സ്തോത്രം നിങ്ങൾക്കൊന്നും അസാധ്യമായി വരത്തില്ല. ആമേൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ആമേൻ തിരുവചനം പറയുന്നു, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ആമേൻ സ്തോത്രം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മൾ സ്വയം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മൾ രാവിലെ എന്നും എഴുന്നേറ്റ് ആമേൻ സ്തോത്രം ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാട്, ആമേൻ സ്തോത്രം ഞാൻ നേരത്തെ പലവിധമായ നെഗറ്റിവിറ്റി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ആമേൻ സ്തോത്രം എനിക്ക് ദൈവം തന്ന നാവ് ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ പല പ്രാവശ്യം അനുഗ്രഹിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. സദൃശവാക്യം 18:20-21 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അവൻ അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും ആമേൻ സ്തോത്രം നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ആമേൻ സ്തോത്രം അത് ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം നമ്മുടെ പിന്നെ സ്തോത്രം ജീവിതത്തിൽ മരണവും ആമേൻ സ്തോത്രം ജീവനും ഇരിക്കുന്നത് നാവിന്റെ അധികാരത്തിലാണ്. ആമേൻ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സ്തോത്രം 2024 ആമേൻ നമുക്കൊരു അത്ഭുതം നടക്കണമോ, നമ്മുടെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കണമോ, ആമേൻ സ്തോത്രം ആമേൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്, ദാവീദിനെ പോലെ സ്തോത്രം എസ്രായെ പോലെ ആമേൻ സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകാതെ വേണം ആമേൻ നാവിന്റെ അധികാരം ഉപയോഗിച്ച് ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ സ്തോത്രം ആമേൻ ദൈവം നമുക്ക് തന്ന അധികാരം ഉപയോഗിച്ച് നമ്മൾ എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യണം. ആമേൻ സ്തോത്രം പ്രിയ അനീഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ ആമേൻ സ്തോത്രം ഞാൻ എന്റെ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ചാണ് ആമേൻ സ്തോത്രം ഈ ഒരു വാക്യം ആമേൻ എന്റെ ഹൃദയത്തിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങുവാൻ ഇടയായിത്തീർന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വണ്ണിക്കും. ആമേൻ സ്തോത്രം ഞാൻ ആമേൻ സ്തോത്രം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആമേൻ സ്തോത്രം 2 മാസം മുമ്പ് എനിക്കൊരു അബ്ഡോമിനൽ പെയിൻ വന്നു. ആമേൻ സ്തോത്രം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. ആമേൻ സ്തോത്രം പലവിധമായ ട്രീറ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഇവിടെ എന്നെ നോക്കാനുണ്ട്. ആമേൻ സ്തോത്രം ഞാൻ അവരെല്ലാം കാണിച്ചു. അവരെല്ലാവരും എനിക്ക് ആന്റിബയോട്ടിക് തന്നു, പലവിധമായ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ആമേൻ സ്തോത്രം ട്രീറ്റ്മെന്റുകൾ നടത്തി, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തി. എന്നാൽ ആമേൻ സ്തോത്രം സ്കാൻ ചെയ്തു, അവർക്ക്
അവർക്കൊന്നും രോഗം കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ വളരെയധികം നിരാശയോടെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം അതിന്റെ 2 ദിവസം മുമ്പ് എനിക്ക് വേദന അതിശക്തമായി. എങ്കിലും ആമേൻ സ്തോത്രം 3 സ്റ്റെപ്പോടെ ഇവിടെ ഇറങ്ങണം, എന്നാൽ യാതൊരു പ്രതിസന്ധിയും കൂടാതെ ആമേൻ ഇറങ്ങുവാനൊക്കെ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. എന്നാൽ എനിക്ക് ഇത്രയും വലിയ ഭയാനകമായ ഒരു രോഗമാണ് അല്ലെങ്കിൽ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആമേൻ സ്തോത്രം ഞാന് ഇവിടുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലോട്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് നിങ്ങൾ റെഫർ തരണം. അപ്പം തന്നെ ഇവിടുത്തെ മാനേജർ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. രാവിലെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നു. അതിവേദനയാൽ ആമേൻ സ്തോത്രം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ സ്കാനിങ്ങിലേക്ക് കൊണ്ടുപോയി. പെൽവിക് സ്കാൻ എടുത്തപ്പോൾ എന്റെ ഓവറിയിൽ ആമേൻ സ്തോത്രം അത് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. അതുപോലെ വലിയ ഒരു ആമേൻ സ്തോത്രം മാംസം വളർന്നിട്ട് സിസ്റ്റ് വളരെയധികം വലിയ വലിപ്പത്തിൽ ഉണ്ടെന്ന് അവർ പറയുണ്ടായി. അവർ പറഞ്ഞു ആമേൻ സ്തോത്രം നിങ്ങൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ, ഇന്ന് തന്നെ 1-2 മണിക്കൂറിനുള്ളിൽ സർജറി നടത്തിയില്ലെങ്കിൽ സ്തോത്രം അത് വലിയ ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷനിലേക്ക് അത് വരാൻ ചാൻസ് ഉണ്ട്. ആമേൻ അത് ബ്ലീഡിങ്ങും പലവിധമായ വിഷയങ്ങളിലേക്ക് വരും. അത് മരണകരമായ ആപത്തുകളിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ സർജറിക്ക് വിധേയനാകണമെന്ന് പറയുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റയ്ക്ക് താമസിക്കുന്നു, പലവിധമായ എന്റെ ഫാമിലി ഇവിടെ ഇല്ല, സ്വന്തം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ആമേൻ സ്തോത്രം ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവെ എന്ത് ചെയ്യും? അവിടെയും എന്റെ ദൈവം എന്നെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തത് ആമേൻ സ്തോത്രം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു തിരുവചനമാണ്. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ CT സ്കാൻ ഒക്കെ എടുത്തു. ഞാൻ ഒരു വളരെ അവശ്യ നിലയിലായി. ഓൾറെഡി ഞാൻ 1-1.5 ആഴ്ചയായി ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട്. എനിക്ക് വെള്ളം പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. എന്റെ യൂറിൻ നല്ലതായിട്ട് പാസ് ചെയ്യുന്നില്ല. ആമേൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന സമയത്തും ഈ വചനം ഞാൻ സ്തോത്രം ഹൃദയത്തിനകത്ത് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ സ്തോത്രം ഏത് ICU പോയാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പോയാലും സ്തോത്രം എത്ര പൾസ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും എന്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം അങ്ങനെ ആമേൻ ഡോക്ടർ ആമേൻ സ്തോത്രം വൈകുന്നേരമായപ്പോൾ എന്റെ നില വളരെ വഷളാകാൻ തുടങ്ങി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടി ചെന്നിട്ട് ഒരു കട്ടിലേല് ആമേൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പെർമിഷൻ ഇല്ലാതെ ഒരു കട്ടിലെ ചെന്ന് കിടക്കുന്നത്. ഞാൻ ഓടിച്ചെന്ന് എമർജൻസി ചെന്നിട്ട് ഞാൻ ആ കട്ടിലെ കിടന്നു. എനിക്ക് ഒരു മൂവ്മെന്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല, എഴുന്നേക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിനെ എല്ലാവരും വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. സ്തോത്രം ഇതുപോലെ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ആമേൻ സ്തോത്രം. അപ്പം അവർ പറഞ്ഞു ഇവിടെ സർജറി ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ മാനേജർ പറഞ്ഞു ഇവിടെ എന്തോ സർജറി ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വെളുപ്പിന് 4 മണിക്കത്തെ ബിസിനസ് ഫ്ലൈറ്റ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി. ആമേൻ സ്തോത്രം എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കും. ആമേൻ ഡോക്ടർമാർ പറഞ്ഞു സ്തോത്രം ഈ കേസ് ഞങ്ങള് അവര് 18 നമ്പർ ക്യാനല ഇട്ടു. അവർ പറഞ്ഞു ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി ഇല്ല, നിങ്ങൾ എല്ലാം സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സൈൻ എല്ലാം ചെയ്യിപ്പിച്ചു. ഞാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ധൈര്യത്തോട് വാ, ഒന്നും സംഭവിക്കത്തില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആഴത്തിലൊരു വിശ്വാസം എന്റെ ഹസ്ബൻഡ് ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ആമേൻ എന്റെ ഹൃദയത്തിനകത്തേക്കും ആ വിശ്വാസം കയറി വന്നു. സ്തോത്രം ഒന്നും ഉണ്ടാകത്തില്ല. ആമേൻ സ്തോത്രം എനിക്ക് കുറെ ഇഞ്ചക്ഷൻസ് ഒക്കെ തന്ന് ഞാൻ വെളുപ്പിനെ 4 മണിക്ക് ആമേൻ വളരെ സാവധാനത്തിൽ ഡ്രൈവർ വണ്ടി ഓടിച്ച് എന്നെ എയർപോർട്ടിൽ എത്തിച്ചു. എയർപോർട്ടിൽ എത്തിയിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. ആമേൻ സ്തോത്രം ഞാൻ അവിടെ ചെന്ന് വളരെ അവശ്യ നിലയിലായി. ഇരിക്കണോ നിൽക്കണോ എനിക്കൊന്നും അറിയത്തില്ല. അവിടെ ചെന്നൊരു കൗണ്ടറിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നു വന്നു. എന്നെ പെട്ടെന്ന് എയർഫോഴ്സസ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ആമേൻ സ്തോത്രം ആ ബിസിനസ് ഫ്ലൈറ്റിന്റെ അകത്തെത്തിച്ചു കഴിഞ്ഞിട്ടും ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ വെള്ളം കുടിച്ചിട്ടില്ല. എനിക്ക് പരവേശം എടുക്കാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ യൂറിൻ മൊത്തവും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി പോയി. സ്തോത്രം അതുപോലെയുള്ള അനുഭവത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ആമേൻ സ്തോത്രം എനിക്ക് അതിശക്തമായ വേദന. എയർഫോഴ്സസ് എല്ലാം എന്നെ നോക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെൺകുട്ടി സിപ്സോ വാട്ടർ തന്നു. ആമേൻ സ്തോത്രം അങ്ങനെ ഒരു വിധത്തിൽ കൂടെ 5 മണിക്കൂർ യാത്ര ചെയ്ത് ദൈവത്തിന്റെ കൃപയാൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തി. കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള സഹായത്തോടെ എന്റെ ഹസ്ബൻഡിന്റെ ആമേൻ സ്തോത്രം ഹസ്ബൻഡ് വന്ന് എന്നെ പിക്ക് ചെയ്തു. മമ്മി ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. സ്തോത്രം എന്റെ അവശ നില കണ്ടിട്ട് ആമേൻ സ്തോത്രം പെട്ടെന്ന് ആമേൻ സ്തോത്രം എന്നെ 1.5 മണിക്കൂർ പിന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട വന്നു. പാലക്കാട് ആമേൻ മെഡിക്കൽ അവിടെയുള്ള PK ദാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം അവിടെയും എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യമാണ്, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ സ്തോത്രം എന്നെ ഹോസ്പിറ്റലിലേക്ക് വേഗത്തിൽ അവർ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു വീണ്ടും ഇവിടെ പെട്ടെന്ന് ഒരു സ്കാൻ എടുക്കണം. സ്തോത്രം എന്നോട് പറഞ്ഞു സിസ്റ്റർ
നല്ല ഉള്ള കാര്യം പറയാൻ കുറച്ച് സീരിയസ് ആണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു സാഹചര്യം എനിക്ക് ട്രിപ്സ് പോലും ഇടാനായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. അതുപോലെ എമർജൻസിയിൽ എന്നെ സ്തോത്രം സ്തോത്രം ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അവിടെയും എന്നെ ധൈര്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഈ ദൈവവചനമാണ്. സ്തോത്രം ദൈവവചനം ജീവന് ചൈതന്യമുള്ളതാണ്. അത് ഇരുപായത്തിലുള്ള ഏത് വാളിലും മൂർച്ചയുള്ളതാണ്. വാക്തത്വമുള്ളവനെ സ്തോത്രം പൈശാചിക മണ്ഡലങ്ങൾക്ക്, രോഗങ്ങൾക്ക് സ്തോത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ദൈവം എനിക്ക് തന്ന ധൈര്യം ഉപയോഗിച്ച് ഈ ദൈവവചനമെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥനയോടെ കയറി. എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ഗാനമാണ്, രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുദാൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. സ്തോത്രം തന്റെ പാദപീഠം എന്റെ വൈദ്യശാലയാം, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. സ്തോത്രം ഞാൻ ഓപ്പറേഷൻ പ്രിപ്പയർ നടക്കുമ്പോഴൊക്കെ സ്തോത്രം ഞാൻ പറഞ്ഞു വളരെ അവശനിലയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ശരീരമൊക്കെ വീക്കാകുന്നു. സ്തോത്രം എനിക്ക് പരവേശം എടുക്കുന്നു. സ്തോത്രം എന്നെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവന്നപ്പോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു സർജറിക്ക് നേരെ എന്നെ അകത്ത് കൊണ്ടുപോകുന്നത്. സ്തോത്രം പ്രിയമുള്ളവരെ, ആ ഗാനം ഒക്കെ ഞാൻ പാടി ആശ്വസിച്ചുകൊണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. സ്തോത്രം എന്റെ ദൈവം സ്തോത്രം അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയാനകമായ ഒരു സ്തോത്രം അതൊരു മാംസം ആയിരുന്നു. എല്ലാവരും കണ്ട് ഭയന്നു പോയെങ്കിലും എന്റെ ദൈവം ദൈവം യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ICU ഷിഫ്റ്റ് ചെയ്തിട്ട് 2-3 ആന്റിബയോട്ടിക് തന്ന് എന്റെ പൾസ് റേറ്റ് ഒക്കെ കൂടാനൊക്കെ തുടങ്ങി. സ്തോത്രം അങ്ങനെ അവിടെയും എനിക്ക് ചില കോംപ്ലിക്കേഷൻസ് പോലെ ഉണ്ടായി. എന്നാൽ എന്റെ ദൈവം 2-3 ദിവസം അവിടെ കിടത്തി. എനിക്ക് അറിയത്തില്ലായിരുന്നു പൾസ് കൂടുന്നതുകൊണ്ട് അവര് സ്തോത്രം എന്നെ ഡിസ്ചാർജ് എന്നെ റൂമിലോട്ട് മാറ്റാത്ത എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷവും സ്തോത്രം അതിവേദന എടുത്തും പ്രതിസന്ധികൾ ഒത്തിരി അനുഭവിച്ചു ഞാൻ. എന്റെ ഹീമോഗ്ലോബിന്റെ ലെവലൊക്കെ കുറഞ്ഞു. 2 ട്രിപ്പുകളൊക്കെ കയറ്റി. സ്തോത്രം വളരെയധികം ഞാൻ ഒത്തിരി വേദനയോടെ ഇരിക്കുന്ന സമയത്തും സ്തോത്രം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എനിക്ക് എന്നെ സൗഖ്യമാക്കി. സ്തോത്രം നാട്ടിൽ 7,000 രൂപയും മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ദൈവം 1.25 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഒരുക്കി തന്നു. സ്തോത്രം എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ മുമ്പിൽ ജീവനുള്ള സാക്ഷിയാക്കി പരിശുദ്ധാത്മാവ് നിർത്തണമെന്നുള്ളത് സ്തോത്രം ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നൊരു വാക്ക് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ എന്റെ ദൈവം സ്തോത്രം സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സകലത്തിനകത്തും സ്തോത്രം വിടുതൽ നൽകി തരുന്ന ദൈവം. സ്തോത്രം നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്. നിങ്ങളുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ആയുസോടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ദൈവം ഇടയാക്കി. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, അവിടെ ഞാൻ 2 മാസം റെസ്റ്റ് എടുത്തു. അതിനുശേഷം 56 ദിവസമായപ്പം തന്നെ ഞാൻ സ്തോത്രം ഞാൻ ജോലിയിലേക്ക് കടന്നു വന്നു. സ്തോത്രം ഞാൻ റിയാദ് എയർപോർട്ടിൽ എന്നെ ചെറിയൊരു വീൽ ചെയറിലാണ് ഇങ്ങോട്ട് വന്നപ്പോഴും കൊണ്ടുവന്നത്. സ്തോത്രം അവിടെയുള്ള ഒരു ദൈവദാസന്റെ വീട്ടിൽ ഞാൻ ഒരാഴ്ച സ്റ്റേ ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ഞാൻ അവിടെ ഒരു പ്രാർത്ഥന നടക്കുമായിരുന്നു. ആ ചർച്ചയിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് പോയിരുന്നു. പ്രിയ ദേവദാസൻ പറഞ്ഞു, സ്തോത്രം സിസ്റ്റർ സിറ്റി ഡെന്നീസ് ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രിയ ദേവദാസൻ എന്റെ കൈ മൈക്ക് തന്നപ്പോൾ എനിക്ക് ചുവന്നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, 10-35 മിനിറ്റ് ദൈവത്തിന്റെ വചനവും ദൂതും ഒക്കെ അറിയിക്കുവാൻ കർത്താവ് എന്നെ സ്തോത്രം റിയാദ് പട്ടണത്തിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു. അതിനുശേഷം സ്തോത്രം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പൊക്കെ കണ്ട് പേടിച്ചു പോയി. എന്റെ ശരീരമൊക്കെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ ദൈവത്തിന്റെ സ്ഥലത്ത് ധൈര്യപ്പെട്ടു, ബലപ്പെട്ടു. അതിനുശേഷം പ്രിയമുള്ളവരെ, സ്തോത്രം എനിക്കറിയത്തില്ല 2-3 ദിവസമൊക്കെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഇപ്പൊ ആരോഗ്യത്തോടെ, ആയുസോടെ, ബലത്തോടെ ഈ സ്റ്റെപ്പുകൾ പോവാനും ജോലി ചെയ്യുവാനുമുള്ള ആരോഗ്യം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സ്തോത്രം ഇതുപോലെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്നിട്ട് സ്തോത്രം എന്റെ ദൈവം ശാരീരികമായ ബലഹീനത ഉണ്ടെങ്കിലും വെളുപ്പിനെ 4 മണിക്കും ഒക്കെയുള്ള അനേക സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാക്ഷിയായി കർത്താവ് നിർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? സ്തോത്രം ഒരു പ്രതികൂലത്തിനും ഒരു രോഗത്തിനും നിങ്ങളെയോ നിങ്ങളുടെ കുടുംബങ്ങളെയോ സ്തോത്രം ഒരു ദൈവ പൈതല് സ്തോത്രം നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ പോയാലും സ്തോത്രം ഒരു രോഗത്തിനും ഒരു അന്ധകാരം മണ്ഡലത്തിലും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരുന്ന സാധാരണ ദൈവമല്ല. സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, സ്തോത്രം രോഗശൈലിയിൽ നമ്മളെ താങ്ങുന്ന ദൈവം, കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ കൈവിടാത്ത ദൈവം, മനുഷ്യന്റെ സ്തോത്രം ചിന്തകളും മനുഷ്യൻ ഇപ്പോൾ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടും ഒക്കെ അവരെല്ലാം മാറിപ്പോകും. എന്നാൽ എന്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. സ്തോത്രം നിങ്ങൾ സ്തോത്രം പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു, സ്തോത്രം എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിൽ അധികം ചെയ്യും. അങ്ങനെയെങ്കിൽ സ്തോത്രം യേശു ഒരു രോഗം സൗഖ്യമാക്കാൻ
സൗഖ്യമാക്കാൻ പറഞ്ഞാൽ അത് സൗഖ്യമാകും. ഒരു വ്യക്തി ഒരു കുടുംബ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ നോക്കി യേശു പറയുക നിന്റെ വിഷയത്തിനകത്ത് വിടുതലാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ സ്തോത്രം. അതുപോലെ തന്നെയുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി, സ്തോത്രം, നമ്മൾ സാധാരണക്കാരനല്ല, എന്റെ ദൈവം എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്തോത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്തോത്രം, ദാവീദ് ഗോലിയാത്തിനെ സ്തോത്രം നേരെ ചെല്ലുമ്പോൾ അവൻ ആദ്യം കല്ലെടുത്ത് എറിയുന്നതിന് മുമ്പേ അവൻ ഹൃദയത്തിനകത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. സ്തോത്രം, ഞാൻ ഇന്ന് സ്തോത്രം ഈ ഗോലിയാത്തിനെ നേരിടും, ഈ വ്യക്തിയെ ഞാൻ നേരിടുമെന്ന് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ സ്തോത്രം ആ ഒരു കല്ലും എടുത്തുകൊണ്ട് എറിയുവാൻ തീരുമാനിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് മുമ്പും ദൈവസന്നിധിയിൽ നമ്മൾ പറയുവാൻ തീരുമാനിക്കണം. ദൈവം നമ്മുടെ വാക്കുകളാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ എന്താ വിഷയത്തിനകത്ത് ചിന്തിക്കുന്നതെന്നാ ശ്രദ്ധിക്കുക. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കാൻ വിശ്വസ്തനാ. ഏത് നിമിഷവും കർത്താവ് പ്രവർത്തിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഡിവൈസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഇന്ന് ഈ തിരുവചനം കേട്ട് ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല. സ്വതം നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ. ഈ ചിക്കാഗോ പ്രയർ ലൈൻ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ആയിരങ്ങളും പതിനായിരങ്ങളും ലോകരാജ്യങ്ങൾ ഈ ഒരു പ്രയർ ലൈൻ അറിയുമെന്ന് സ്വതം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രയർ ലൈൻ ഗ്രോത്ത് ആകുമെന്ന് നിങ്ങൾ എത്ര പേര് ഇന്ന് ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു? സ്വതം നിങ്ങൾ അതരം കൊണ്ട് നിങ്ങൾ അത് പറയുന്നു, നിങ്ങൾ അത് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം 2024 തിരയുന്നത്. വചനം എനിക്ക് ഒത്തിരി അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒത്തിരി വചനങ്ങൾ അറിയാമെന്ന് സ്തോത്രം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം, സ്തോത്രം, ഞാനൊരു സ്തോത്രം മാരകമായ രോഗമുള്ള ഒരു വ്യക്തിനെ നോക്കിയിട്ട് സ്തോത്രം മെഡിക്കൽ കോളേജിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്തോത്രം, അറിയപ്പെടുന്ന ഒരു മാരക രോഗമാണ്. സ്തോത്ര, വ്യക്തിയെ നോക്കുമ്പോൾ എന്റെ സ്റ്റാഫ് എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു, സ്തോത്ര സിസ്റ്ററെ, നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അത് സ്തോത്രം നിങ്ങൾക്ക് അത് വലിയ വിഷയങ്ങളേക്ക് വരും, നിങ്ങൾക്ക് അത് എന്തായാലും സ്പ്രെഡ് ആകും, അത് വലിയൊരു സമൂഹമൊക്കെ വെറുക്കപ്പെടുന്ന രോഗമാണെന്ന് പറയുകയുണ്ടായി. ഞാൻ അറിയാതെ എന്ന് നോക്കിയതാ. എന്നാൽ തിരുവചനം പറയുന്ന ഒരു അനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിങ്ങളുടെ കൂടാരത്തെ അടുക്കത്തില്ല. 91 സങ്കീർത്തനം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ റൂമിനകത്ത് കയറി ഇറങ്ങുമ്പോഴെല്ലാം ഈ 91 സങ്കീർത്തനം പറയാൻ തുടങ്ങി. സ്തോത്രം, ഒരു അനർത്ഥവും എനിക്കും എന്റെ കുടുംബത്തിനും ഭവിക്കത്തില്ല, ഒരു ബാധയും എന്നെ തൊടത്തില്ല. എന്റെ എല്ലാ വഴികളിലും കാക്കേൻ ദൂതമായിട്ട് കൽപ്പിക്കും. പ്രിയമുള്ളവരെ, സ്തോത്രം, അവിടെ എന്റെ ദൈവം ഒരു ദോഷവും ചെയ്യാതെ, ഒരു ഇഞ്ചക്ഷനും എടുക്കാതെ എന്റെ ദൈവം സ്തോത്രം യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആദ്യമായിട്ട് കൊറോണ രോഗിയെ നോക്കുന്ന, എന്റെ ഹോസ്പിറ്റലിൽ നോക്കുന്നത് ഞാനും കുറച്ച് സ്റ്റാഫുമാ. അതിനകത്ത് കയറിയപ്പോൾ നിങ്ങൾക്ക് എല്ലാമല്ലോ യാതൊരു പ്രൊക്കോഷൻസും ഇല്ലാത്ത സമയത്ത് സ്തോത്രം, എനിക്ക് PPE കിറ്റ് എങ്ങനെ ഇടണമെന്ന് പോലും അറിയാത്ത സമയത്ത് ഒരുപാട് രോഗികൾ എന്റെ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്തും അന്നും ഈ 91 സങ്കീർത്തനം ഞാൻ വെറുതെ പറയുന്നതല്ല, അതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ 8 മണിക്കൂറും അവിടെ നിൽക്കുന്നത്. എന്റെ ദൈവം സ്തോത്രം ഇന്ന് വരെ കൊറോണ തൊടുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പേരെ ഞാൻ നോക്കിയിട്ടുണ്ട്. എന്റെ ദൈവം എത്ര വിശ്വസനാണ്. നമ്മുടെ ദൈവം പറയുന്നത് അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സ്തോത്രം വെറുതെ ഈ തിരുവചനം കേട്ട് സ്തോത്രം വെറുതെ ഇരിക്കുവാനല്ല ദൈവം പറയുന്നത്. നിങ്ങളുടെ നാവിൽ നിങ്ങൾ പറയണം. ഭയങ്കര ഒരു അഭിഷേകമുണ്ട് നിങ്ങളുടെ നാവില്. ദൈവം നിങ്ങൾക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. ഏതെങ്കിലും പാസ്റ്റർ പറയുന്നുണ്ടോ, ഏതെങ്കിലും വ്യക്തി പറയുന്നത് കൊണ്ടോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. സ്തോത്രം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ വേണോ, നെഗറ്റീവ് പറയുന്നത് ഇന്ന് ഈ നിമിഷം നമ്മളെ തന്നെ അവസാനിപ്പിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് സ്തോത്രം ഇടിഞ്ഞു കിടക്കുന്ന ജോലിയെ നോക്കി നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ ദൈവം എനിക്ക് തന്ന ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര എമൗണ്ട് ആണ്. സ്തോത്രം, എലീശ പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എലീശ പ്രവാചകൻ സ്തോത്രം തന്റെ സ്തോത്രം സഹോദരൻ ഭൃത്യനായിട്ടുള്ള അസിസ്റ്റന്റ് പാസ്റ്റർ മരിച്ചു. ചെന്നപ്പോൾ ആ എലീശ പ്രവചന് തോന്നി അവിടെ ഒന്ന് ചെല്ലണമെന്ന്. ആ പ്രവാചകന്റെ ഭാര്യ എലീശയോട് പറയുകയാണ്, സ്തോത്രം, ഞങ്ങളുടെ കടക്കാർ കൊണ്ടുവന്നു, ഞങ്ങളുടെ കടക്കാർ കൊണ്ടുപോകാൻ തുടങ്ങുന്നു, എന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു, പലവിധമായ വിഷയങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവ് എലീശ പ്രവാചകൻ ചോദിക്കുക, നീ പറ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന ആളാണ്, നീ പറ, സ്തോത്രം, നീ പറ, നിന്റെ നാവ് കൊണ്ട് നീ പറ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവള് പറഞ്ഞു, സ്തോത്രം, അവള് അവിടെ യേശുവിന്റെ അടുക്ക ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഉള്ളം കൊണ്ട് പറയുകയാ. ഉള്ളം കൊണ്ട് പറഞ്ഞു. അവിടെ തിരുവനന്തപുരത്ത് എഴുതിയിട്ടുണ്ട്, അവിടെ ഉള്ളം കൊണ്ട് പറഞ്ഞു എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. സ്തോത്രം, പലരും ഇന്ന് അതിന് പ്രാധാന്യത കൊടുക്കുന്നില്ല. സ്തോത്രം, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി കരയാറുണ്ട്, ഉപവസിക്കാറുണ്ട്. എന്നാൽ സ്തോത്രം, വേണ്ടും പോലെ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമുക്ക് നമ്മളെ തന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, നമ്മുടെ കുടുംബത്തെ
അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആമേ സ്തോത്രം. കുഞ്ഞുങ്ങളോട് ആമേ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കാലഘട്ടങ്ങളിൽ ആമേ സ്തോത്രം നമ്മുടെ ആമേ സ്തോത്രം പേരൻസ് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആമേ സ്തോത്രം, എന്റെ കുഞ്ഞ് പഠിക്കാൻ മോശമാണ്, അവൻ മണ്ടനാണ്, അവൻ അങ്ങനെ ആകത്തേ ഉള്ളൂ എന്ന് നമ്മുടെ അതരം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ ആമേ സ്തോത്രം അത് പിന്നെ നടന്നിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവം കഴിഞ്ഞാൽ അടുത്ത ആമേൻ അധികാരം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്കുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ അവരെ നോക്കിയിട്ട് സ്തോത്രം നല്ലതേ പറയാത്തുള്ളൂ. എന്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കപ്പെടും. ആമേ മോനെ മണ്ടനായ കുഞ്ഞിനെ നോക്കി പറയാനായിട്ട് എത്ര പേർക്ക് കഴിയും അങ്ങനെയൊക്കെ? ആമേ സ്തോത്രം. ഭാര്യയെ നോക്കി എൻകറേജിങ് വാക്കുകൾ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? പലരും ആമേ സ്തോത്രം എത്ര കാര്യങ്ങൾ അവർ കഷ്ടപ്പെട്ടാലും ആമേ സ്തോത്രം നമ്മൾ പലപ്പോഴും അവരെ ഡൗൺ ആക്കി പറയുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുന്നു സ്തോത്രം, എന്റെ ഭാര്യ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്, ദൈവം അവളെ അനുഗ്രഹിക്കും. സ്തോത്രം. അവളെ സ്തോത്രം ഭാര്യമാരെ നോക്കി ഭർത്താക്കന്മാരെ നോക്കി നമ്മൾ അവരെ ബ്ലസ് ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ തുടങ്ങും, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ആമേ നമ്മുടെ സിറ്റുവേഷൻസിൽ ചേഞ്ച് വരും. കാര്യം നമുക്ക് ദൈവം നാവി തന്നേക്കുന്ന ഒരു അഭിഷക്തന്, ഒരു ദൈവവൈദ്യുതി ദൈവം നാവി തന്നേക്കുന്ന അഭിഷേകത്തിന് അത്ര പവർ ഉണ്ട്. ആമേ സ്തോത്രം. ഈ മലയോട് നിങ്ങൾ നീങ്ങി പോവാ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. ആമേ സ്തോത്രം. ദൈവം പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. എത്ര പേര് ഇത് പറയാൻ തീരുമാനിക്കുന്നുണ്ട്? ആമേ കർത്താവേ, ഇന്ന് ദൈവമേ, ഞാൻ ഈ 2024 എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ആദാമിനോട് ദൈവം പറയുന്നു, നീ ആദാം പല വ്യക്തികൾക്ക് പേരിടുവാണ്. ആമേ സ്തോത്രം. ഉറുമ്പിന് പേരിട്ടു, എല്ലാം അവൻ ഇട്ടത് പേരായി. എന്ന് വെച്ചാൽ ആദാം സ്തോത്രം ആമേ സ്തോത്രം മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കിയെങ്കിലും ആദാമിന്റെ ഉള്ളിൽ ഒരു തേജസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആമേ സ്തോത്രം ഒരു തേജസ്സിന്റെ ശരീരം ദൈവത്തിന് കൊടുത്തിരുന്നു. ആമേ സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേ തേജസ് ഉള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കും. നമ്മുടെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം 2 അന്യഭാഷ പറഞ്ഞ് ഏതെങ്കിലും ചർച്ചകളിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ അഭിഷേകം നമ്മൾ ഉപയോഗിക്കണം. ആമേ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്റെ അടുത്ത് പറഞ്ഞ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. ആമേ സ്തോത്രം. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേ ഞാൻ പറഞ്ഞ കർത്താവേ സ്തോത്രം, യഹൂദയിലും യെരൂശലേമിലും ഭൂമിയുടെ അറ്റത്തോളം ഞാൻ സാക്ഷിയാകും. സ്തോത്രം. ഏകദേശം ഞാൻ 1-2 ആഴ്ച കൊണ്ട് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെളുപ്പിനെ 4 മണിക്ക് ആമേ സ്തോത്രം ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടൊന്ന് കിടക്കാമല്ലോ എന്ന് വെച്ചപ്പം ആമേ പെട്ടെന്ന് എന്റെ മൊബൈൽ തുറന്നപ്പോൾ ആമേ സ്തോത്രം ഒരു ഗൂഗിൾ മീറ്റിന്റെ ഒരു മീറ്റിംഗ് കണ്ടു. ഞാൻ അതിനകത്ത് കയറി. സ്തോത്രം. എനിക്ക് അറിയത്തില്ല, ഞാൻ വെറുതെ അവിടെ കയറി ഓൺലൈനായിട്ട് ഇരുന്നപ്പോൾ ആ ദേവദാസൻ എന്നെ, അമേരിക്കയിലുള്ള ദേവദാസൻ, ആ ദേവദാസനെ പരിചയപ്പെട്ടു. ആമൻ എന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞ് പറഞ്ഞു, സിസ്റ്ററെ ആമേ സ്തോത്രം, ഇന്ന് നിങ്ങൾക്ക് സാക്ഷ്യവും മെസ്സേജും ഒക്കെ പറയാവുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ആമേ സ്തോത്രം ഞാൻ സാക്ഷ്യവും മെസ്സേജും പറഞ്ഞു. ആ മെസ്സേജും സാക്ഷ്യവും കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ആന്റി പറഞ്ഞു, ഇന്ന് എനിക്ക് വേണ്ടിയുള്ള ദൈവം എന്നോട് പറഞ്ഞു. പുള്ളിക്കാരി രക്ഷിക്കപ്പെട്ടുള്ളതായിരുന്നു. ആമേ ദൈവം പുള്ളിക്കാരിയോട് ഒരാഴ്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആമേ ദൈവവചന വിഷയങ്ങളാണ്. ആമേ സ്തോത്രം. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാണാത്ത എന്നെ കൊണ്ട് കർത്താവ് സംസാരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താ? നമ്മൾ എന്താ പറയുന്നത്? ദൈവവചന അത്രത്തോളം പവർ ഉണ്ട്. ദൈവവചനം പറയുക. ചിക്കാഗോ പ്രയർ ലൈനിൽ ആമേ സ്തോത്രം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ആമേ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻസ് ദൈവം അനുഗ്രഹിക്കും. ചിക്കാഗോ പ്രയർ ലൈനെ യേശുവിന്റെ അധികാരമുള്ള നാമം ദൈവം അനുഗ്രഹിക്കും. പ്രിയ അനീഷ് പാസ്റ്ററുടെ സ്തോത്രം മീറ്റിങ്ങുകൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മീറ്റിംഗ് ആക്കി പരിശുദ്ധാത്മാവ് ഉയർത്തും. അവൻ എത്ര പേര് എന്നോട് ചേർന്ന് നിങ്ങൾ പറയുവാനായിട്ട് തീരുമാനിക്കും? കർത്താവേ, അവൻ അടുത്ത പ്രാവശ്യം ഞാൻ ഈ മീറ്റിംഗ് വരുമ്പോൾ ആമേ സ്തോത്രം ദൈവം അനേക പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ഒരുക്കും. പ്രിയമുള്ളവരെ സ്തോത്രം, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആമേ സ്തോത്രം. നമ്മൾ നശിക്കത്തില്ല, നമ്മൾ നശിക്കാൻ വേണ്ടി ഉള്ളവരല്ല. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നു സ്തോത്രം, മോശയോട് പറയുന്നു, വിക്കനായ മോശേ, ആമേ നീ തടിച്ച നാവുള്ളവനാണെങ്കിലും നീ ഒറ്റ ഒരാളും മതി ആമേ സ്തോത്രം ചെങ്കടൽ വിഭാഗിക്കുവാൻ. നിന്റെ ആമേ സ്തോത്രം അത്രത്തോളം ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് ആമേ ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ ആമേ സ്തോത്രം മുന്നോട്ട് പോകാം. നിങ്ങൾ എത്ര നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്, നിങ്ങൾ എത്ര രോഗത്തിന്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാം നിരാശയോടെ വന്നിരിക്കുന്നവരാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്ക് ആത്മീയമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആമേ സ്തോത്രം പലവിധമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ദൈവമക്കളാണോ? ആമേ സ്തോത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പലവിധമായ വിഷയങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ തകർന്ന് പലവിധമായ ആമേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആമേ തിരുവചനം കേൾക്കും. ദൈവം നിങ്ങളെ ആമേ നിങ്ങളുടെ നാവിനെ ഉപയോഗിച്ച് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. ആമേ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ അത്ഭുതം കാണുമെന്നല്ല ഞാൻ പറയുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആമേ തിരുവചനം ഇപ്രകാരം പറഞ്ഞ ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്, തിരുവായത്തിലുള്ള ഏത് വാളിലും മൂർച്ചയേറിയതാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് ആമേ സ്തോത്രം ആ ദൈവവചനത്തിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേ ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ പുറത്താക്കും. ആമേ സ്തോത്രം. ഞാൻ
പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. കാരണം എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആമേ സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ അധികാരം ഏറ്റെടുക്കണം. എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആമേ സ്തോത്രം. എന്നെ വിശ്വസിക്കുന്നവർ ആമേ നീ ചെയ്യുന്നതിലും അധികം ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ഇന്ന് അത്ഭുതങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ, ആമേ സ്തോത്രം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ദൈവം തരാൻ പോവുകയാണ്. ദൈവം പ്രത്യേക ഒരു അഭിഷേകം ഈ കൂട്ടായ്മയിലായിരിക്കുന്ന, ആമേ സ്തോത്രം, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ നാവിനകത്ത് ദൈവം ഒരു അഭിഷേകം തരാൻ പോകും. ഞാനത് വിശ്വസിക്കുന്നു. ആമേ സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ആമേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേ സ്നേഹമുള്ള ഞാൻ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ചിക്കാഗോ പ്രയർ കർത്താവെ ലൈൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലൂടെ പിന്നിൽ ശ്രദ്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ദൈവം കൊടുക്കുവാൻ പ്രാർത്ഥിക്കും. ദാവീദിനെ പോലെ കർത്താവെ സ്തോത്രം. കർത്താവെ ദൈവമേ, കർത്താവെ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ പോലെ, കർത്താവെ ദൈവമേ സ്തോത്രം. കർത്താവ് തിരുവനന്തപുരത്ത് ഞങ്ങൾ വായിക്കുന്ന ഏലിയാവിനെ പോലെ, ഏലിയാവ് പറയുന്നു, ആമേ സ്തോത്രം. കർത്താവെ ആമേ സ്തോത്രം. ആഗാബിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആമേൻ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അങ്ങനെയുള്ള ആമേ സ്തോത്രം ഒരു അഭിഷേകം, അനോയിറ്റിങ് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ മേലും വ്യാപരിക്കട്ടെ. സകല രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളിലൂടെ ഭാരത്തോടെ പ്രിയപ്പെട്ടവർ കടന്നുപോയാലും ഇന്ന് കർത്താവ് തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനം അയച്ച് കർത്താവ് ദൈവമോർക്ക് നിൽക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ സകലത്തിന്റെ മേലും ജയം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും ദൈവം നിറയ്ക്കും. 2024 കർത്താവ് ഈ കുടുംബങ്ങളെ എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തെ അടിയും ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇവർ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കർത്താവെ വീണ്ടും അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കും. ദൈവത്തിന്റെ നന്മകളും ആമേൻ ആത്മീക ശുഷ്കാന്തിയുള്ളവരായി അനേകരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആമേ സ്തോത്രം കർത്താവെ പരത്തുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ ദൈവമേ സ്തോത്രം. ആരെങ്കിലും രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാത്ത പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവരും യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ അവരും കർത്താവ് ദൈവത്തിന്റെ കർത്താവെ തേജസ് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ആമേൻ കർത്താവെ അനീഷ് പാസ്റ്ററേയും കുടുംബത്തെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിനെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ ലോകരാജ്യങ്ങളിലേക്ക് ചെന്ന കർത്താവെ അനേകർക്ക് ആശ്വാസമായി, വിടുതലായി, നന്മയായി സ്തോത്രം തീരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കാൻ 2024 കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ബ്ലസ് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് ഇത്രത്തോളം അവസരങ്ങൾ നൽകി തന്ന എന്റെ ഈ തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദി മടക്കി ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യവും ദൈവവചനവും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ സഹോദരി വളരെ ഏതെല്ലാം ബന്ധപ്പാടുകളോട് പോയി എന്ന് നമ്മൾ കേട്ടല്ലോ. ഇത് ബൈബിൾ വായിച്ച ആ അറിവിൽ നിന്ന് പറഞ്ഞത് മാത്രമല്ല, ആ അനുഭവത്തിൽ കൂടെ കഴിഞ്ഞ മാസം ഭയങ്കരമായിട്ടുള്ള, ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് അവിടെ സൗദിയിൽ ജോലി ചെയ്യാണ്. അന്നേരമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായി. നടക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. അവർ തന്നെ പെട്ടെന്ന് ആ മണിക്കൂറുകൾക്കുള്ളിൽ ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിലേക്ക് വിട്ടു. ആ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ, ഇത്രമാത്രം സാമ്പത്തികമേ കയ്യിലുള്ളൂ. പക്ഷേ കർത്താവ് അതിനെല്ലാം ഒരു സഹായിച്ചു. ആ വിശ്വാസത്തോടുകൂടെ ആ മരണത്തെ മുന്നിൽ കാണുമ്പോഴും മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും എന്നുള്ള ആഴമായിട്ടുള്ള ആ ഒരു വിശ്വാസം കർത്താവിനെ നമുക്കറിയാം. ആ രക്തസ്രാവമുള്ള സ്ത്രീയുടെ കാര്യം സഹോദരി പറഞ്ഞല്ലോ. ആ സ്ത്രീയെ ഒരു കാരണവശാലും വെളിയിൽ പോകാൻ, ജനം കൂടുന്നിടത്ത് പോകാൻ അവകാശമില്ലാത്തൊരു സ്ത്രീയാണ്. അവരങ്ങനെ പോയി, അവർക്ക് അസുഖമുണ്ടെന്ന് ആളുകൾ മനസ്സിലായാൽ അത് ഭയങ്കരമായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ടാകും. എന്നാൽ വിശ്വാസത്തോടുകൂടെ ഞാൻ യേശുവിൻ്റെ അടുത്ത് എന്ന്, അതുകൊണ്ടാണ് യേശുവിനോട് അവർ പറയാതിരുന്നത്. എനിക്ക് സൗഖ്യം വേണം, എന്നെ സൗഖ്യമാക്കണമെന്നൊന്നും പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിഞ്ഞ ആളുകൾ അറിഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവൾ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ചില സാഹചര്യങ്ങൾ നമ്മളായിത്തീരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നശിച്ചു പോകത്തേ ഉള്ളൂ. അല്ല, അത് സാത്താൻ കൊണ്ട് തരുന്ന ചിന്തയാണ്. ആ സ്ത്രീക്ക് പറയാമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കായിരുന്നു. എന്നാൽ അവൾ, അല്ല, എനിക്ക് ചെയ്യാവുന്നത് ചിലതുണ്ട്. ഒന്നുമില്ല. അവിടെ ചെന്ന നിശബ്ദയായിട്ട്, ആരും അറിയാതെ വിശ്വാസത്തോടുകൂടെ, ഞാൻ ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ഉണ്ടാകും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവര് അത്രയും സാഹസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഏത് തടസ്സങ്ങളെയും നമുക്ക് അതിജീവിക്കാനുള്ള ആ അത്യന്ത ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകരട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു,
ഈ തടസ്സങ്ങളോട്, ഈ മലയോട് മാറിപ്പോക എന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളോട്, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തോട്, വ്യത്യാസപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യത്തോട് മാറിപ്പോകാൻ വിശ്വാസത്തോടുകൂടെ നമ്മൾ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും. അത് മാറിപ്പോകണമേ. ഈ മല അല്ല, നമ്മുടെ ജീവിതത്തിലുള്ള മലകൾ, ജീവിതത്തിലുള്ള വലിയ തടസ്സങ്ങൾ മാറിപ്പോകാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞു. നമ്മൾ ചെയ്യുന്നതാ, കർത്താവേ എൻ്റെ അസുഖം മാറിപ്പോണേ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഒന്ന് മാറ്റി തരണേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ്, മാറിപ്പോകാൻ കൽപ്പിക്കാനാ പറഞ്ഞ്. അതുകൊണ്ട് വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസി ആ ഭയങ്കരമായിട്ടുള്ള അനുഭവത്തിലും വിശ്വാസത്തോടുകൂടെ അത് അങ്ങനെ ചിന്തിച്ച് വിശ്വാസത്തോടുകൂടി അത് പറഞ്ഞ് പൂർണ്ണമായിട്ടും ആ അസുഖമൊക്കെ മാറി സൗഖ്യത്തോടുകൂടെ തിരികെ ആ രാജ്യത്ത് തന്നെ തിരികെ വന്ന് വീണ്ടും ജോലിയിൽ കയറുന്നല്ലോ. പ്രിയമുള്ളവരെ, അതിനുശേഷം പറഞ്ഞല്ലോ രാത്രിയിൽ 4 മണിക്ക് ഉണ്ടെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും ശക്തിയും ഒക്കെ ഉപയോഗിച്ച് ദൈവവചനം പറയാനും അതിന് വലിയ പ്രസംഗവും ഒന്നും ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കവലയിൽ നിന്ന് ട്രാക്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളോട് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുതരുന്ന ആളുകളോട് നമ്മുടെ അനുഭവങ്ങൾ, ഈ കർത്താവ് നമുക്ക് എത്ര നല്ലവനായിരുന്നു എന്ന് പറയും. നമുക്കറിയാം, ഭൃത്യമായ കർത്താവ് സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ്? അവന് കാഴ്ചയില്ല, അവനൊന്നും അറിയാൻ വയ്യ. പക്ഷെ യേശു കടന്നു പോകുന്ന അവൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. ആരൊക്കെയോ അവനോട് പറഞ്ഞു. അവനെങ്ങും നടക്കാനും ഒന്നും കഴിവുള്ളവനല്ല, എന്നാൽ അവനോട് പറഞ്ഞു. യേശു പലർക്കും സൗഖ്യം കൊടുത്തിട്ടുണ്ട്, കുരുടരെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നസ്രായനായ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ വലിയ വായിലെ നിലവിളിച്ച് എനിക്ക് സൗഖ്യം നൽകണം, എന്നെ സൗഖ്യമാക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുന്നത്, അങ്ങനെയാണ് ആളുകൾ കർത്താവിലേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ആരെങ്കിലും ഇത് എനിക്ക് കടക്കാൻ കഴിയാത്തതായ ഒരു മലയാണ്, എനിക്ക് കടന്നു പോകാൻ കഴിയാത്തതായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നൊക്കെ ചിന്തിച്ച് വശായിരിക്കുന്നെങ്കിൽ അവരോടുള്ള ഒരു ദൂതാണിത്. കർത്താവ് നമുക്ക് ആ ദൂത് ഏറ്റെടുക്കാം വിശ്വാസത്താൽ. പലപ്പോഴും സാഹചര്യങ്ങൾ കണ്ട് നമ്മൾ ആ സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലും ചില സാഹചര്യങ്ങൾ ഭയപ്പെട്ട് നമ്മൾ നിരാശരായിത്തീരും. എന്നാൽ അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. എന്നാൽ നിരാശരായിത്തീരാതെ വിശ്വാസത്താൽ ശക്തിയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസി തൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ ഈ അടുത്ത സമയത്ത് ഇതൊരു ഭാവനയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമെന്നൊന്നും ഒരു തിയറി പറയുകയല്ല, തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടുള്ളൊരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുകയായിരുന്നു. നമുക്കത് ഏറ്റെടുക്കാം. ഈ ദൈവം ഇന്ന് നമ്മുടെ ദൈവം വിശ്വാസത്താൽ നമുക്ക് ചെങ്കടൽ കടക്കാൻ കഴിയും. സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കളും ഒക്കെ പഴയ കാലത്തെ ആളുകൾ അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിച്ചത് എന്നെക്കാളും വലുതാകത്തില്ലല്ലോ എൻ്റെ മക്കളെ എന്നൊക്കെ അവരന്ന് ചിന്തിച്ച്, അതുകൊണ്ട് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നമുക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് പറ്റാത്ത കാര്യം, അവർ കോളേജിൽ പോയിട്ടില്ലെങ്കിൽ അവർക്ക് ചെയ്യാത്ത കാര്യം, അവർക്ക് വലിയൊരു ജോലി കിട്ടിയില്ലെങ്കിൽ അവർ ഒരിക്കലും നിനക്കത് കിട്ടത്തില്ലടാ. അവർ കിട്ടാതിരിക്കാനല്ല, കിട്ടത്തില്ല എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അതവരോട് നമ്മളോട് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ആളുകൾക്ക് ഈ അമേരിക്കയിൽ പ്രത്യേകിച്ചും ഉയരാൻ കഴിയാത്തതായിട്ടുള്ള മേഖലകളില്ല. മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ തൂക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അവരുടെ മക്കളൊക്കെ ഗുജറാത്തികൾ എത്ര പേരാ ഇവിടെ വന്ന് ചെറിയ ജോലി ചെയ്യുക, തൂക്കുകയും തുടങ്ങിയൊക്കെ ചെയ്യുക. പക്ഷെ അവരുടെ പിള്ളേരാണ് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിയാത്തതായിട്ടില്ല, നമുക്ക് കഴിയാത്തതായിട്ട് നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ നമുക്ക് കഴിയും. അതുകൊണ്ട് ശക്തമായിട്ട് നമുക്ക് ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസി പറഞ്ഞല്ലോ, ഈ പ്രയർ ലൈൻ 14 പേരായിട്ട് ഇരിക്കുകയല്ല, 5 വർഷമായിട്ട് ഈ പ്രയർ ലൈൻ മുടങ്ങാതെ വന്നു. എന്നാൽ അടുത്തൊരു ലെവലിലേക്ക് ഈ പ്രയർ ലൈൻ പോകുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് കാണാം. കർത്താവിനെ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെ ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് വീണ്ടും അനേകർക്ക് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈൻ വന്നതിൽ നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. തുടർന്ന് മുന്നോട്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രയാണത്തിൽ കർത്താവ് ആ കുടുംബത്തെ ധാരാളമായിട്ട് തുടർന്നും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.